ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങൾ മുഴുവൻ, ജീവിതത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ മുഴുവൻ സജീവമാക്കിയ മനുഷ്യർ. നിസ്കാരത്തിൽ അവർ മുൻപന്തിയിലാണ്, സദഖയിൽ അവർ മുൻപന്തിയിലാണ്, അഖീദയിൽ അവർ മുൻപന്തിയിലാണ്, സൽസ്വഭാവത്തിൽ അവർ മുൻപന്തിയിലാണ്, ജിഹാദിന്റെ വിഷയത്തിൽ അവർ മുൻപന്തിയിലാണ്, കുടുംബബന്ധം ചേർക്കുന്നതിൽ അവർ മുൻപന്തിയിലാണ്, എല്ലാ വിഷയത്തിലും മുൻപന്തിയിലാണ്. ഈ മനുഷ്യർ സ്വർഗത്തിന്റെ വാതിലിനടുക്കെത്തുന്ന സമയം അള്ളാഹുവിന്റെ സ്വർഗത്തിലെ മലക്കുകൾ ആ 8 വാതിലുകളിലൂടെയും ഈ മനുഷ്യരെ മത്സരിച്ച് വിളിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാം. ആ വാതിൽക്കലുള്ളതിന്റെ കാവൽ മാലാഖമാർ അവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന സലാമല്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് എറിഞ്ഞു പിടിപ്പിക്കുന്ന സലാമല്ല, മറിച്ച് പ്രപഞ്ച സൃഷ്ടാവിന്റെ, പ്രപഞ്ചനാഥന്റെ ആശീർവാദമാണ്, അഭിവാദ്യമാണ്, അനുഗ്രഹമാണ്. തുല്യതയില്ലാത്ത ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, വേണ്ടാത്തതൊന്നും തന്നെ അവരവിടെ കേൾക്കുകയില്ല. സമാധാനം സമാധാനമെന്ന ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ വാക്കുകളല്ലാതെ, വചനങ്ങളല്ലാതെ അവർ അവിടെ വെച്ച് അഭിവാദ്യം ചെയ്യപ്പെടുകയില്ല. ആ രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ പ്രസ്റ്റേജ് അവിടെയാണ്. മാശറയിൽ മനുഷ്യര് പല ഗ്രൂപ്പുകളായി തിരിയല്ലോ. ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാശറയിലെ വിഐപികളായി കൊണ്ടുപോകും. മഹ്ശറയിൽ പ്രവാചകന്മാരും ശുഹദാക്കളും സാലിഹ്യങ്ങളും മുഴുവൻ വിചാരണ കാത്തുകെട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയം അവരുടെ ആ നീണ്ട വ്യൂഹം കീറി മുറിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ വിചാരണക്കൊന്നും കാത്തുക്കാതെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോകും. 70,000 ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം നാഥൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യർ, അവിടെ നിന്ന് അങ്ങോട്ട് ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗീയ പ്രയാണം നടത്തുന്ന ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. അവർ ഇങ്ങനെ പോകുമ്പോൾ അവരെ കണ്ടാൽ തിരിയും. കൂട്ടം കൂട്ടമായിട്ടാണ് അവർ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, കൂട്ടം കൂട്ടായിട്ടാണ് അവർ പോവുക. അതിലേറ്റവും മുന്നിലുള്ള കൂട്ടത്തിന്റെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നുണ്ടാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പിന്നിലുള്ള ആളുകളുടെ മുഖം നക്ഷത്രങ്ങളെ പോലെ, അതിന്റെ പിന്നിലുള്ള ആളുകളുടെ മുഖം അതിനേക്കാൾ കുറഞ്ഞ പ്രകാശം. അങ്ങനെ സ്വർഗത്തിലെ അവസാനത്തെ വരിയിലെത്തുമ്പോഴേക്ക് പ്രകാശം നന്നേ കുറഞ്ഞിട്ടുണ്ടാവും. അവർ സ്വർഗത്തിൽ ചെറിയ പദവിയിലുള്ള ആളുകളായിരിക്കും. അവിടെയുമുണ്ട് പദവി വ്യത്യാസങ്ങൾ. സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വെറുതെ ഒന്നുമല്ല. അവിടെയുമുണ്ട്. ഇവിടെ മാത്രമല്ല, കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പദവി വ്യത്യാസങ്ങൾ സ്വർഗത്തിലുമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യരുടെ ശരീരപ്രകൃതിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ മൂത്രമൊഴിക്കില്ല, അവർ കാഷ്ടിക്കില്ല, അവർക്ക് കഫമോ അതുപോലെ ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങളോ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരുമ്പോൾ, അത് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് എന്ന ആയത്തിന്റെ വേറൊരു വിശദീകരണം കൂടിയാണ്. നിങ്ങൾ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരി, ഇവർ രണ്ടുപേരും ഒരു 10 ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി? ഒരു 10-15 ദിവസം കുളിക്കാതെ നടന്നാൽ എത്ര സൗന്ദര്യം ഉണ്ടായാലും മൂക്ക് കുടിക്കാതെ നമുക്ക് അടുത്ത് പോകാൻ പറ്റുമോ? നമുക്കൊരു മതിപ്പുണ്ടാവുമോ? ഇനി വേണ്ട, എത്ര സൗന്ദര്യമുള്ള മനുഷ്യനാണെങ്കിലും വയറ്റിന്ന് പുറത്തേക്ക് പോകുന്ന സാധനത്തിന് സുഗന്ധം ഉണ്ടാവില്ലല്ലോ, ദുർഗന്ധാണ്. ഇനി എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും എത്ര പദവിയുള്ളവരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പട്ടിയും പൂച്ചയൊന്നും മരിച്ചതുപോലെയില്ല. മനുഷ്യൻ മരിച്ചാൽ മീറ്ററുകൾ ദുർഗന്ധം വമിക്കും, മീറ്ററുകൾ. വയനാട് മുട്ടിൽ ഒരു ചെറിയ മാനസിക രോഗിയായ ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടെങ്ങാനും ആ ബോഡി പുറത്തേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ പറയുന്നു, ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ തന്നെ അടച്ചു പോകാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്താണിത്, കുറേ അങ്ങോട്ടല്ലേ, ഇവിടെ ഒന്നും മണം വരില്ലല്ലോ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നതാണ്. പിന്നെ അവരെന്നെ പൂട്ടിപ്പോയി, ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ. നമ്മളൊക്കെ മരിച്ച അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. മരിച്ചു കഴിഞ്ഞാൽ വയറ്റത്ത് ഒരു ചെറിയ തൂക്കമുള്ള കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള സാധനം എടുത്തു വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനാണത് എടുത്തു വെക്കുന്നത്? എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ മൂപ്പരിങ്ങോട്ട് വീർക്കാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയകൾ വർദ്ധിച്ച് വീർക്കാൻ തുടങ്ങും. ഇതെങ്ങാനും പൊട്ടിയാൽ പിന്നെ ഭാഗത്തും മനുഷ്യനെ എടുക്കാൻ പറ്റൂല. അമ്മാതിരി ദുർഗന്ധമായിരിക്കും, അമ്മാതിരി നാറ്റായിരിക്കും. ഖബറിൽ കിടന്നൊരു മനുഷ്യനെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കി എന്തായിരിക്കും അവസ്ഥ?
പേടിച്ചു നമ്മൾ. ആ കണ്ണിന് പകരം വലിയ 2 ഗുഹകൾ, ആ ഗുഹക്കകത്ത് നിന്ന് പുറത്തേക്ക് വമിക്കുന്ന പുഴുക്കൾ, ശരീരം തൊലിയൊക്കെ മാറി നീങ്ങി പേശി കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് കറുത്ത ദ്രാവകമായി മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും. മനുഷ്യന്റെ ശരീരം അതാണ്, ദുർഗന്ധമയമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശരീരം ദുർഗന്ധമയമാണ്. നമ്മുടെ ശരീരത്തിലുള്ളതെല്ലാം ദുർഗന്ധമാണ്. സുഗന്ധം എന്താണ് നമ്മുടെ ശരീരത്തിലുള്ളത്? നമ്മുടെ വിയർപ്പിന് ദുർഗന്ധമാണ്, നമ്മുടെ വിസർജങ്ങൾക്ക് ദുർഗന്ധമാണ്, നമ്മുടെ ഉമിനീരുകൾക്ക് ദുർഗന്ധമാണ്, എല്ലാറ്റിനും ദുർഗന്ധമാണ്. പടച്ചോൻ ഈ ലോകത്ത് നമുക്ക് നൽകിയ ശരീരം അതാണ്. എന്നിട്ടാണ് പടച്ചോൻ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ. വഞ്ചനയാണ് കേട്ടോ ഈ ദുനിയാവിലെ ജീവിതം. ചതിക്കപ്പെട്ടു പോകണ്ട അതിൽ. കാരണം വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്. അവിടെ നിങ്ങളുടെ ശരീരത്തിൽ ദുർഗന്ധങ്ങളേ ഇല്ല. അവിടെ നിങ്ങൾക്ക് വിസർജ്യങ്ങളില്ല, അവിടെ നിങ്ങൾക്ക് മലമൂത്രമില്ല, മോശമായ ചിന്തയുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ദ്രാവകങ്ങളും ദുർഗന്ധങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിന്നില്ല. പിന്നെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്തായിത്തീരും? കസ്തൂരിയുടെ സുഗന്ധമുള്ള ഏമ്പക്കങ്ങളായി പുറത്തേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നേടിയെടുക്കാൻ ആ ഉന്നതമായ ശരീരം, അതാണ് നമ്മുടെ യഥാർത്ഥ ശരീരം പ്രിയപ്പെട്ടവരെ. അതാണ് പടച്ചോൻ നമുക്ക് കാലാകാലത്തേക്കായി മാറ്റിവെച്ച നമ്മുടെ ബോഡി. ഇതല്ല ഷുഗറും പ്രഷറും വരുന്ന, കൊളസ്ട്രോൾ വരുന്ന, ഒരു 40 ദിവസം കൊണ്ട് 40,000 രോഗങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന, ഇതല്ല നമുക്ക് വേണ്ടി പടച്ചോൻ ഒരുക്കിയ ശരീരം. ഇത് പരീക്ഷണത്തിന് വേണ്ടി മാത്രം അല്പകാലത്തേക്ക് തന്ന ശരീരമാണ്. നമുക്കുള്ള യഥാർത്ഥ ശരീരം അല്ലാഹു ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. അത് നോക്കാതെ ഈ വഞ്ചനാത്മകമായ ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആളുകളോടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് നന്നാവാൻ പറ്റുന്നില്ലെങ്കിൽ സ്വർഗത്തിനെ കുറിച്ചുള്ള ചിന്തയെങ്കിലും നിന്നെ നന്നാക്കട്ടെ. സ്വർഗത്തെ പറ്റിയുള്ള ആഗ്രഹവും ആശയെങ്കിലും നിന്നെ നന്നാക്കട്ടെ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇനി അങ്ങനെ നിനക്ക് നന്നാവാൻ പറ്റുന്നില്ലേ? സ്വർഗത്തിനെ കുറിച്ച് ആഗ്രഹിച്ചിട്ടും നിനക്ക് നന്നാവാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വഴി കൂടി അവശേഷിക്കുന്നുണ്ട്, ഒരു വഴി കൂടി ബാക്കിയുണ്ട്. എന്താ അറിയോ? നരകത്തെ പേടിച്ചിട്ട് നീ നന്നായിക്കോ. ആ നരകത്തെ ഭയപ്പെട്ടിട്ട് നീ നന്നായിക്കോ. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും ആ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. ആ നരകത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണ്, ഇന്ധനങ്ങളാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. ഇന്ധനങ്ങൾ കല്ല് തന്നെ ഇന്ധനമാണ്. വിറക് കത്തിക്കുമ്പോ അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കല്ലുകൾ വെക്കാറുള്ളതെന്നാൽ ആ നരകത്തിലെ തീ ഭക്ഷിക്കുന്നത് കല്ലുകളെ തന്നെയാണ് ഇന്ധനമാക്കി ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പച്ച മനുഷ്യരെയുമാണ് ഇന്ധനമാക്കി ഉപയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ആ നരകത്തിൽ പരുക്കന്മാരായ മലക്കുകളുടെ കാവലുണ്ട്. അള്ളാഹുവിന്റെ ഒരു കൽപ്പനയും ധിക്കരിക്കാത്ത, കണ്ണിൽ ചോര എന്തെന്നറിയാത്ത, സ്നേഹമെന്തെന്നറിയാത്ത പരുക്കന്മാരായ മാലാഖമാരുടെ കാവലുള്ള ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അള്ളാന്റെ റസൂല് മിഅ്റാജിന്റെ യാത്ര പോയപ്പോൾ മലക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുവിധ മലക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ മലക്കുകളൊക്കെ റസൂലിനെ അഭിവാദ്യം ചെയ്തത് എങ്ങനെയാണ്? ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞിട്ടാണ്. എന്നാൽ ഒരു മലക്ക് മാത്രം ചിരിച്ചിട്ടില്ല. ആ മലക്കിന്റെ പേര് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം. റസൂൽ ജിബ്രീലിനോട് ചോദിച്ചു, എന്താണ് ഇയാൾ മാത്രം ചിരിക്കാത്തത്? എല്ലാവരും ചിരിച്ചിട്ടാണല്ലോ. എല്ലാവരും ചിരിച്ചിട്ടാണല്ലോ സലാം പറഞ്ഞു, ഇയാൾക്ക് മാത്രം എന്താണ് പ്രശ്നം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അയാൾ ചിരിക്കാഞ്ഞിട്ടല്ല, ചിരിക്കാൻ കഴിയൂല. അയാളെ പടച്ചത് അങ്ങനെയാണ്. അത് നരകത്തെ കാക്കുന്ന മലക്കാണ് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ വേറെയുമുണ്ട്. ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ നരകം. നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ശരീരപ്രകൃതിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അയാളുടെ ഒരു തോളിൽ നിന്ന് മറ്റൊരു തോളിലേക്കുള്ള വഴിദൂരം വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രികന്റെ 3 ദിവസത്തെ സഞ്ചാരപഥമാണ്. അത്രയും വലുതായിരിക്കും ശരീരം.
അയാളുടെ ഒരു പല്ല് തന്നെ ഉഹുദ് മലക്ക് സമമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും എക്സാജറേഷൻ അല്ല കേട്ടോ, ഇതൊന്നും അതിശയോക്തിയല്ല. അതിശയോക്തി പറയില്ല പ്രവാചകൻ, യാഥാർത്ഥ്യങ്ങളാണ്, കൺമുന്നിൽ കാണാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. അത്രയും വലിയ ശരീരമായിട്ടാണ് നരകവാസികൾ നരകത്തിലേക്ക് പോവുക. എങ്ങനെയാണ്? പല കോലത്തിലാണ് നരകത്തിലേക്ക് കൊണ്ടുപോവുക. മുഖം വലിച്ചേച്ച് കൊണ്ടുപോകുന്നവർ, ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുപോകുന്നവർ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ, പല രീതിയിൽ ആ നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ശിക്ഷാമുറകൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നരകവാസികൾക്ക് വിശക്കുമ്പോൾ അവർ ഭക്ഷണത്തിന് ആവശ്യപ്പെടും. അവർക്ക് സഖൂം എന്ന വൃക്ഷത്തിന്റെ, പിശാചിന്റെ തലക്ക് സമാനമായ രൂപമുള്ള കായ്ക്കനികൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. ഇന്ന ശജറത സഖൂം തുആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ. ഈ കായ്ക്കനികൾ അവരിങ്ങനെ ഭക്ഷിച്ചു കഴിയുമ്പോൾ അവരുടെ വയറിനകത്ത് നിന്ന് വല്ലാത്തൊരു തിളച്ചുമറിയൽ, ഇത് തിളച്ചുമറിയാൻ തുടങ്ങും. ആ സമയം അവർ വെള്ളത്തിനു വേണ്ടി പരതുമ്പോൾ ഫീഹാ ഐനുൻ ഹാമിയ, തിളച്ചുമറിയുന്ന നദികൾ ആ നരകത്തിൽ ഉണ്ടാവും. ആ നദിയിൽ നിന്ന് ആർത്തിയോട് അവർ വെള്ളം കോരി കുടിക്കാൻ തുടങ്ങും. പക്ഷേ അത് അവരുടെ ആമാശയങ്ങളിൽ എത്തില്ല. അതിന്റെ മുന്നേ തൊണ്ടയുരുകിക്കൊണ്ട് അതിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഉരുക്കിക്കളയും. ആ വെള്ളം എല്ലാം ഉരുക്കിക്കളയും. പിന്നീട് അവർ ആ വെള്ളം കുടിക്കാൻ തയ്യാറാവുകയില്ല. ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم. കുടിക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ ആ തിളച്ച വെള്ളം അവരുടെ തലയിലൂടെ ഒഴിച്ചു കൊടുക്കും. തലയോട്ടികൾ ഉരുക്കിക്കളയുന്ന ആ നരകത്തിലെ അദാബതാണ് പ്രിയപ്പെട്ടവരെ. ആ ശിക്ഷകൾ മുഴുവൻ അവർ അനുഭവിക്കും. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് ഒരാൾ നമ്മുടെ തൊണ്ടയിലേക്ക് കത്തിയെടുത്ത് കുത്തി എന്താണ് സംഭവിക്കുക? മിനിറ്റുകൾക്കകം നമ്മുടെ ശരീരം നിശ്ചലമാവും. എന്നാൽ നരകത്തിൽ ആ ചുടുവെള്ളം തൊണ്ടയിലൂടെ പുറത്തേക്ക് വന്നാലും നമ്മൾ മരിക്കില്ല. മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അവിടെ ജീവിതവും മരണവുമില്ല. അവസാനം ഈ നരകവാസികൾ മാലിക്കിനെ വിളിക്കുന്നുണ്ട്. നരകത്തിനെ കാക്കുന്ന മലക്കുകളുടെ നേതാവായ മാലിക്കിനെ ഈ നരകവാസികൾ വിളിക്കുന്നുണ്ട്. സൂറത്തു ജാസിയിൽ നമുക്കത് കാണാൻ കഴിയും. വനാദൗ യാ മാലിക്, അല്ലയോ മാലിക്കേ. വിളിച്ചിട്ട് എന്താണ് ചോദിക്കുന്നത്? കുറച്ച് തണുത്തോളം തരുമെന്നല്ല, കുറച്ച് ഭക്ഷണം തരുമെന്നല്ല, ഞങ്ങളൊന്ന് കൊന്നു തരുമോ, ഞങ്ങളെ ഒന്ന് കൊന്നു തരാമോ, ഞങ്ങൾക്കൊരു അവസാനം ഉണ്ടാക്കി തരാമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം മരണം എന്നത് വലിയ കാരുണ്യമായി മാറിയിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദാക്ഷിണ്യമായി മാറിയിരിക്കുന്നു. ആ ദാക്ഷിണ്യം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ആ മലക്ക് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി എന്താ അറിയോ? അദ്ദേഹം പറയുന്നു, ഖാല ഇന്നക്കും മാകിസൂൻ, ഇന്നക്കും മാകിസൂൻ. മരിക്കാൻ കഴിയൂലല്ലോ, മരിക്കാനൊരു നിവൃത്തിയുമില്ല. നിങ്ങൾ എന്നെന്നും ജീവിക്കുന്നവരാണ്, എന്നെന്നും നിലനിൽക്കുന്നവരാണ് എന്ന് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് മറുപടി പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നരകം. അതിലേറ്റവും ചെറിയ ശിക്ഷ തീ കൊണ്ടുള്ളൊരു ചെരുപ്പ് അണിയിക്കപ്പെടുമെന്നതാണ്. അതിന്റെ ചൂട് കൊണ്ട് തലച്ചോറ് പതക്കാൻ തുടങ്ങും. ആരുടെ? നരകവാസിയുടെ വലുപ്പത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത്രയും ഭീമാകാരമായ ശരീരമുള്ള മനുഷ്യന്റെ കാലിലണിഞ്ഞ ചെരുപ്പിന്റെ ചൂട് കൊണ്ട് തലച്ചോറ് തിളച്ചു മറിയാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ വിചാരിക്കും, എനിക്കാണ് ഈ നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ, ഞാനാണ് ഈ നരകത്തിൽ ഏറ്റവും ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ആ മനുഷ്യൻ ആലോചിച്ചു പോകുമെന്നാണ്. എന്നാൽ കുറച്ചപ്പുറത്ത് സ്വന്തം കൊടൽമാലകൾ പോലും പുറത്തേക്കിട്ട് നരകത്തിന്റെ ചൂളകൾക്കിടയിലൂടെ ആ കൊടൽമാലകൾ വലിച്ചുവെച്ച് നടക്കുന്ന ഹതഭാഗ്യരെ അയാൾ കാണും. പല രീതിയിലുള്ള ശിക്ഷാമുറകൾ അനുഭവിക്കുന്ന ആളുകളെ അയാൾ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഈ നരകത്തെക്കുറിച്ചുള്ള ചിന്തയും നിന്നെ നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നീ നന്നാവില്ല. നീ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവനാണ്. നിന്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചോ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഇഷ്ടം നിന്നെ നന്നാക്കുന്നില്ല, സ്വർഗീയ ചിന്തകൾ നിന്നെ നന്നാക്കുന്നില്ല, നരകത്തെക്കുറിച്ചുള്ള പേടിയും നിന്നെ നന്നാക്കുന്നില്ല. എങ്കിൽ നീ അറിയുക, നീ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവനാണ്, നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് മഹാനാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്, സ്വർഗത്തോടുള്ള ആഗ്രഹം കൊണ്ട്, നരകത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ, ജീവിതത്തെ
ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ സുന്ദരമാക്കണേ റബ്ബേ. ജീവിതത്തിൻ്റെ ഉള്ളും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നാഥ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഹാദാ വല്ലാഹു അഅലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.